നമസ്കാരം. ജ്യോതിർവാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുംഭം രാശിക്കാരെ, ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളുടെ സൂചനയാണ് കാണുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ഒരു വിഷയം, അതിന് ഒരു വ്യക്തമായ തീരുമാനം ഈ ആഴ്ച ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. പ്രത്യേകിച്ച് ജോലി, സാമ്പത്തികം, കുടുംബം എന്നീ 3 മേഖലകളിൽ ചില നിർണായക നീക്കങ്ങൾ ഈ വാരമുണ്ടാകാം. ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത എത്തുന്ന ഒരു ഫോൺ കോളോ വാർത്തയോ നിങ്ങളുടെ അടുത്ത തീരുമാനത്തെ തന്നെ മാറ്റിയേക്കാം. അതുകൊണ്ട് ഈ ആഴ്ച ലഭിക്കുന്ന ചെറിയ അവസരങ്ങൾ പോലും നിസ്സാരമായി കാണരുത്. ജോലിയുടെ കാര്യത്തിൽ കുംഭം രാശിക്കാർക്ക് ആഴ്ചയുടെ തുടക്കം കുറച്ച് തിരക്കേറിയതായിരിക്കും. ഒരേ സമയം പല കാര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ട സാഹചര്യം ഈ വാരം വരാം. മേലുദ്യോഗസ്ഥരിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നോ ചില അധിക ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചേക്കാം. ആദ്യം അത് ഒരു ഭാരമായി തോന്നിയാലും പിന്നീട് അതുതന്നെ നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരമായി മാറും. ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ ആഴ്ച പ്രതീക്ഷ നൽകുന്ന ഒരു സന്ദേശം ലഭിക്കാം. മുമ്പ് അപേക്ഷിച്ച ജോലി, ഇന്റർവ്യൂ അല്ലെങ്കിൽ പരിചയമുള്ള ഒരാളുടെ സഹായം വഴി പുതിയ അവസരം വരാനുള്ള സാധ്യതയുണ്ട്. വിദേശ ജോലി നോക്കുന്നവർക്കും യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചെറിയ മുന്നേറ്റം പ്രതീക്ഷിക്കാം. ബിസിനസ് ചെയ്യുന്ന കുംഭം രാശിക്കാർക്ക് ഈ ആഴ്ചയുടെ 2ാം പകുതി കൂടുതൽ അനുകൂലമാണ്. പുതിയ ആളുകളുമായി ബന്ധപ്പെടാനും പുതിയ ഇടപാട് തുടങ്ങാനും അവസരം ലഭിക്കും. എന്നാൽ വാക്കുകേട്ട് മാത്രം വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കരുത്. രേഖകളും കരാറുകളും പരിശോധിച്ച ശേഷം മാത്രം മുന്നോട്ട് പോകുക. സാമ്പത്തിക കാര്യങ്ങളിലേക്ക് വരുമ്പോൾ വരുമാനം ലഭിക്കുമെങ്കിലും അതിനോടൊപ്പം ചെലവുകളും ഉണ്ടാകുന്ന ആഴ്ചയാണ്. പ്രത്യേകിച്ച് വീട്ടിലെ ആവശ്യങ്ങൾക്കും യാത്രകൾക്കും ചില അപ്രതീക്ഷിത ചെലവുകൾ വരാം. എന്നാൽ വളരെ കാലമായി കാത്തിരുന്ന ഒരു പണം തിരികെ ലഭിക്കാനും സാധ്യത കാണുന്നു. കടം, ലോൺ തുടങ്ങിയ കാര്യങ്ങളിൽ ചെറിയൊരു ആശ്വാസം ഈ വാരം ലഭിക്കാം. പണം കൈകാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ വാക്കുകേട്ട് പെട്ടെന്ന് നിക്ഷേപം നടത്താതിരിക്കുക. പ്രത്യേകിച്ച് ഈ ആഴ്ച വലിയ റിസ്ക്കുള്ള സാമ്പത്തിക തീരുമാനങ്ങൾ ഒഴിവാക്കുന്നത് ഗുണകരമാണ്. വീട്, കുടുംബം എന്നീ കാര്യങ്ങളിൽ കുംഭം രാശിക്കാർക്ക് ഈ ആഴ്ച നല്ല മാറ്റങ്ങൾ കാണാം. കുടുംബത്തിലെ ഒരാളുടെ ഒരു സന്തോഷ വാർത്ത നിങ്ങളെയും സന്തോഷിപ്പിക്കും. ഏറെ നാളായി സംസാരിക്കാതെ നിന്നിരുന്ന ആളുകളുമായി വീണ്ടും ബന്ധപ്പെടാനുള്ള സാഹചര്യം നിങ്ങൾക്കുണ്ടാകാം. ദാമ്പത്തിക ജീവിതത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് വലിയ പ്രശ്നമായി മാറേണ്ടതില്ല. നിങ്ങളുടെ പങ്കാളിയുടെ വാക്കുകൾ ആദ്യം കേൾക്കുക, അതിനുശേഷം പ്രതികരിക്കുക. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ കുടുംബജീവിതം കൂടുതൽ മനോഹരമാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് ഈ ആഴ്ച ഒരു നല്ല ആലോചന വരാനുള്ള സാധ്യതയെ കാണുന്നു. പ്രത്യേകിച്ച് ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ ഇടപെടലിലൂടെ പുതിയൊരു ബന്ധം വന്നു ചേരാം. പ്രണയിക്കുന്നവർക്ക് കുംഭം മനസ്സിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യം തുറന്നു പറയാനുള്ള അവസരം ലഭിക്കാം. ചിലർക്ക് പഴയൊരു ബന്ധത്തെക്കുറിച്ച് വീണ്ടും ചിന്തിക്കേണ്ട സാഹചര്യം വരാം. എന്നാൽ പഴയ പ്രശ്നങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച ശ്രദ്ധ വളരെ പ്രധാനമാണ്. പഠിക്കേണ്ട കാര്യങ്ങൾ കൂടുതലായി തോന്നിയാലും കൃത്യമായ ഒരു ടൈം ടേബിൾ തയ്യാറാക്കി മുന്നോട്ട് പോയാൽ മികച്ച ഫലം നേടാൻ സാധിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിലും ഉറക്കക്കുറവും മാനസിക സമ്മർദ്ദവും ഒഴിവാക്കുക. കൂടുതൽ സമയം ഫോൺ ഉപയോഗിക്കുന്നവർ അത് കുറയ്ക്കുക. വെള്ളം കുടിക്കുന്നതിലും ഭക്ഷണക്രമത്തിലും ശ്രദ്ധ നൽകുക. ചെറിയ അസ്വസ്ഥതകൾ തുടർന്നാൽ വിദഗ്ധൻ്റെ ഉപദേശം തേടുന്നത് ഉചിതമാണ്. ഇനി ഈ ആഴ്ചയിലെ പ്രധാന ദിവസങ്ങളിലേക്ക് വരാം. ഓഗസ്റ്റ്
10-11 തീയതികൾ പുതിയ കാര്യങ്ങൾ ആലോചിക്കാനും പ്രധാനപ്പെട്ട ചർച്ചകൾ നടത്താനും നല്ല ദിവസങ്ങളായിരിക്കും. ഓഗസ്റ്റ് 12-13 തീയതികൾ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് സൂക്ഷിക്കേണ്ട ദിവസങ്ങളാണ്. പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുക. ഓഗസ്റ്റ് 14-15 ദിവസങ്ങൾ ജോലി, ബിസിനസ്, ബന്ധങ്ങൾ എന്നിവയിൽ നല്ല വാർത്ത ലഭിക്കാൻ സാധ്യതയുള്ള ദിവസങ്ങളാണ്. ഓഗസ്റ്റ് 16 മനസ്സിന് ആശ്വാസം നൽകുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്ന ദിവസമായി മാറാം. കുംഭം രാശിക്കാരുടെ ഭാഗ്യനക്ഷത്രങ്ങളിൽ ഈ ആഴ്ച ശതഭിഷ്ടം, ധനിഷ്ഠ, പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് പ്രത്യേക നേട്ടസാധ്യതകളുണ്ട്. ഇവർക്ക് ജോലി, സാമ്പത്തികം, ബന്ധങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ മുന്നേറ്റം പ്രതീക്ഷിക്കാം. ഈ ആഴ്ച നിങ്ങളുടെ ഭാഗ്യനിറം നീല അല്ലെങ്കിൽ ഇളം നീല. ഭാഗ്യസംഖ്യ 8. ഒരു ചെറിയ ആത്മീയ പരിഹാരം കൂടി ചെയ്യാം. ശനിയാഴ്ച രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ശനിദേവനെ പ്രാർത്ഥിക്കുകയും കഴിയുമെങ്കിൽ എള്ളെണ്ണ ദീപം തെളിയിക്കുകയും ചെയ്യുക. മനസ്സിൽ നല്ല ചിന്തയോടെ പ്രാർത്ഥിക്കുക. കൂടാതെ സാധിക്കുന്ന രീതിയിൽ അർഹരായ ആളുകൾക്ക് ഭക്ഷണമോ സഹായമോ നൽകുന്നതും നല്ലതാണ്. കുംഭം രാശിക്കാരെ, ഈ ആഴ്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ്: വൈകിയെത്തുന്ന കാര്യങ്ങളെ പരാജയമായി കാണരുത്. ചില കാര്യങ്ങൾ വൈകുന്നത് തന്നെ അതിനു പിന്നിൽ കൂടുതൽ നല്ലൊരു മാറ്റം വരാനിരിക്കുന്നതിൻ്റെ സൂചനയായിരിക്കാം. നിങ്ങൾ കാത്തിരുന്ന ഒരു വാർത്ത, ഒരു അവസരം അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ആശ്വാസം ഈ ആഴ്ച നിങ്ങളുടെ മുന്നിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവസരം വന്നാൽ ധൈര്യത്തോടെ അത് പ്രയോജനപ്പെടുത്തുക. ഈ ഫലം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ രാശിയും നക്ഷത്രവും കമൻറ്റിൽ രേഖപ്പെടുത്തൂ. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശിഫലവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.